ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെ ആ വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നാലും ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ വ്ളോഗായിട്ടിടുന്നൊരു ചെറിയ വ്ളോഗാണിത്. ഇപ്പം നമ്മൾ നേരെ നമ്മുടെ അമ്മ വീട്ടിലോട്ട് പോകണം. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പം നമുക്കിന്ന് അവിടെ പൊങ്കാലയൊക്കെ ഉണ്ട്. രാവിലെ ഒന്ന് വന്നായിരുന്നു. ഇനിയും എന്നിട്ട് നമ്മൾ തിരിച്ചു പോയതാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഉച്ചയൊക്കെ ആറായപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോവുകയാണ്. ഇവിടെ അമ്മൂമ്മയും അമ്മയും അമ്മായിയൊക്കെ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണാം. ഫോട്ടോ എടുക്കട്ടെ, ഒന്ന് തിരിച്ച് ചിറ്റ ഇങ്ങോട്ട് പോയിക്കേ. പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഇനി ചോറുണ്ണണം. പൊങ്കാല കലവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവെക്കണം. വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് ചോറുണ്ണാനായിട്ട്. വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, അതുപോലെ വിശപ്പാണ്. രാവിലെ 2 ദോശ കഴിച്ചാണ്. പിന്നെ ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടില്ല. ഇനി കഴിച്ചിട്ട് സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. സാധനമെല്ലാം കൊണ്ട് വെച്ചിട്ട് കാണാം. എന്തിനാ ഓടാൻ പോയേ? ഇപ്പം അമ്പലത്തിൽ തുലാഭാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശർക്കര കൊണ്ടുള്ള തുലാഭാരമാണ് നടക്കുന്നത്. അപ്പം ഈ പൊങ്കാല കഴിഞ്ഞപ്പോഴാണ് ഇതവർ ചെയ്തത്. അപ്പം എല്ലാവരും കൂടെ ചോറൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കാതിരിക്കുകയാണ്. ഇതെൻ്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ്. ഇതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ഭാര്യയാണ്. അതും അമ്മായിയാണ്. പിന്നെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. നായമ്മയ്ക്ക് മാത്രം സ്പെഷ്യലായിട്ട് തന്നു. ഇപ്പം നമ്മൾ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ അന്നദാനം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ എല്ലാ അടുത്ത് ബന്ധക്കാരാണ്. ചിറ്റയുണ്ട്, ചിറ്റമ്മ, അമ്മയുടെ അനിയത്തിയുണ്ട്, അമ്മ വീടാണ്, അമ്മായി, 2 അമ്മായിമാർ, എല്ലാവരും നമ്മുടെ അടുത്താണ്. അപ്പോൾ നമ്മൾ ചിറ്റയുടെ വീട്ടിൽ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. ഇനിയും നമ്മൾ ചിറ്റയുടെ വീട്ടിൽ തന്നെ പോയി വണ്ടി എടുത്തിട്ട് തിരിച്ച് നമുക്ക് അമ്മ വീട്ടിൽ പോകണം. ഇതാണ് ചിന്നു, ഇതാണ് എൻ്റെ അനിയത്തി മിസ് ചിന്നു കുട്ടി. വയറ് നിറഞ്ഞത് കാരണം ഒരു തുള്ളി നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവിടെ വരെയെങ്കിലും ഒരു വണ്ടി കിട്ടുമായിരുന്നു, ഞാൻ കയറിപ്പോയാണ്. നീ അങ്ങനെ ചെയ്യേണ്ട, നീ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. സോറി, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാര്യമാക്കരുത്. ഇവിടെ ഒരു പൂച്ചയുണ്ട്. ഇതിവിടുത്തെ ഒരു പൂച്ചക്കുട്ടി. ഇതാണ് പൊന്നു. ഒരെണ്ണം വീണിരിക്കുന്നു. വടിയുമായി 3 വടിയുമായി പോകുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോയി പൊങ്കാല ഇട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്നു.
ഒത്തിരി ഒരു ഇപ്പോൾ 3 മണിയായ സമയം. ഈ ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഞാനിപ്പം ഈ ഇടുന്നത്. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗായിട്ടൊക്കെ ഇടുന്നത്. ഷോർട്സ് തന്നെ ഞാൻ 2 എണ്ണമൊക്കെ കണ്ട് ഇട്ടിട്ടുള്ളത്. ചെറിയ ചെറിയ ഷോർട്സാണ്. അപ്പോൾ ഇതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഒരു വ്ളോഗ് ഇടുമ്പോൾ പതുക്കെ അതൊക്കെ ശരിയാക്കി ഞാൻ നല്ല നല്ല വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ഗായ്സ്. ബൈ.